നമ ശിവായ. അത് മൃഗങ്ങൾക്ക് ഒരിക്കലും അവരുടെ നേച്ചർ വിട്ടിട്ട് പോകുന്നില്ലല്ലോ. അവർക്കിപ്പോൾ ഒരു സിംഹത്തിൻ്റെ നേച്ചർ തന്നെയാണ് ജന്മം മുതൽ മരണം വരെ. സിംഹം ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഒരു ആനയായി കളയാം കുറച്ച് ദിവസം, അത് പറ്റില്ല. അപ്പം നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ നേച്ചർ വിട്ടിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാത്തത്. ഇപ്പോൾ ഒരു നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ് നോക്കും, അപ്പോൾ നായയാണെങ്കിലൊക്കെ നമ്മൾ ഒരിക്കലും അതിനൊരു ചേഞ്ച് ഇല്ലല്ലോ. അത് ലവ് എന്ന് പറഞ്ഞാൽ ലവ് തന്നെയാണ്, അത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്, അത് സ്റ്റേബിളാണ്. അത് നേച്ചറിൽ അധിഷ്ഠിതമായി ചെയ്യുന്നതൊക്കെ സ്റ്റേബിൾ ആയിരിക്കും. അതെ, ഇപ്പൊ നമ്മുടെ ഈ മനുഷ്യ രൂപത്തിൽ ജീവിക്കുന്ന പലരും മനുഷ്യരല്ല, അങ്ങനെയുള്ളൊരു സങ്കല്പമല്ല. റിയാലിറ്റിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. പരമഹംസദേവൻ കുറെ ആളുകൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഓരോന്നിന്റെയും ജീവികളുടെ പേരാണ് പറയുന്നത്. ഒരുപാടുണ്ട്. അതെന്ത് പ്രിഡോമിനന്റ് ഭാവം എന്താണോ പ്രിഡോമിനന്റ് ഫ്രീക്വൻസി, ആ ഒരു നമ്മളിപ്പം ഈ അധപ്പതിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതായത് ഡീജനറസി എന്നൊക്കെ, അതെ, അത് ഈ നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റാണ് ഈ പറയണത്. അപ്പം നമ്മൾ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ കമ്പാഷൻ, കൈൻഡ്നെസ്, സെൽഫ്ലെസ്നെസ് എന്നുള്ള ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു അധമമായ ചിന്ത ഉണ്ടാവാൻ പറ്റില്ല, ഒരു അധമമായിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. പക്ഷേ അതേസമയത്ത് ഗ്രീഡ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ആ ലെവലിൽ വരുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവും, വരുമല്ലോ. ആ ഫ്രീക്വൻസി താണേ വരുള്ളൂ. അത് എസ്പെഷ്യലി മരിക്കുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഭാവം, അത് വല്ലാതെ ബാധിക്കും അടുത്ത ജന്മത്തിന്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ പുരുഷാർത്ഥത്തിൽ സന്യാസം പറയുന്നത്, കണക്ടിങ് ടു കോൺഷ്യസ്നസ് ആൻഡ് ഇൻ എ സ്റ്റേബിൾ വേ, എന്നിട്ട് ഡിസോൾവ് ഇൻ ടു കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. സ്വാമികളൊരു സദ്യ കഴിക്കാൻ പോയ ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ കുറെ ആൾക്കാർ വരും എന്ന് പറയുന്നു. പക്ഷെ വന്നതെല്ലാം കുറെ പട്ടികളായിരുന്നു. അപ്പൊ ഈ സദ്യ ഓഫർ ചെയ്ത ആളിന് വളരെ വിഷമമായി, ഇങ്ങനെ ആക്ഷേപിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എടാ, ഇതൊക്കെ കഴിഞ്ഞ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, വലിയ വലിയ പ്രമുഖന്മാരാണ്, പക്ഷെ അവർ ഈ ജന്മത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ അങ്ങയുടെ ഈ എന്താണ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ അങ്ങയുടെ പവർ ഓഫ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? പരിശുദ്ധി, അത് ഞാൻ പറയുന്നത് പരിശുദ്ധി നമ്മൾ എല്ലാത്തിലും വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് പരിശുദ്ധി നമ്മുടെ ഇൻറ്റൻഷനിലാണ്. നമ്മുടെ സങ്കല്പത്തിന് ശുദ്ധി വേണം, നമ്മുടെ പ്രവൃത്തിക്ക് ശുദ്ധി വേണം, കർമ്മത്തിന് ശുദ്ധി വേണം, വാക്കിന് ശുദ്ധി വേണം, എല്ലാം ശുദ്ധി വേണം. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് റിഗ്രറ്റും ഗിൽറ്റും ഉണ്ടാവില്ല. ഈ റിഗ്രറ്റും ഗിൽറ്റുമാണ് നമ്മളെ ഭൂമിയിലേക്ക് വലിച്ചു താത്തണത്. അതായത് ഇനി ജന്മം എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഇതേപോലത്തെ പല പല കാര്യങ്ങളുണ്ട്. ഹെവി ഇമോഷൻസ്, അത് വികാരങ്ങൾ, പല പല വികാരങ്ങൾ. നമുക്ക് എന്ത് വികാരവും അത് സാരമില്ല, കാരണം അതൊക്കെ വരുന്നതിന് വരട്ടെ. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കോഫി വേണം എന്ന് പറഞ്ഞാൽ കോഫി കുടിച്ചുകൊണ്ട് ഒരു വിരോധമില്ല. അങ്ങനെ ഒരു പ്രോമിനൻ്റ് ആയിട്ടൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടത്തിക്കോളും, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ ഒരു വിരോധമില്ല. സപ്രസ് ചെയ്യാൻ ഇരിക്കുക വേണ്ട, സപ്രസ് ചെയ്യരുത്, അമർത്തി വെക്കരുത്. കാരണം അത് അമർത്തി വെക്കുന്നൊക്കെ പോസ്റ്റ്പോൺമെന്റ് ആണ്, പിന്നീട് തിരിച്ചു ചെയ്യേണ്ടി വരും. ശ്രീയമ്മന്റെ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ബിരിയാണി കഴിക്കണം തോന്നി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത ഒരു ജന്മം ബിരിയാണി ജനിക്കേണ്ടി വരും. അല്ല, എല്ലാ കാര്യവും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഈ ബോൺ അഡിക്ട്സ് എന്നൊക്കെ പറയണതല്ലേ, ജനിച്ചതേ ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അത്രയും സപ്രസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരു ശരീരം എടുക്കുന്ന ഇത് പൂർത്തീകരിക്കാനാണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് പോവുകയാണ് നല്ലത്. ഒന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ അജൻഡാസ് ഒന്നും വെക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും നമ്മളൊരു വ്യക്തിയെ താണ് കാണാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരിലും ഈക്വൽ തന്നെയായിട്ട് കാണണം. അതിൽ നമ്മൾ അങ്ങനെ ഞാനൊരു വലിയ ആളല്ലേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പോയിട്ട് വേറെ വേറെ ഫ്രീക്വൻസിയിലേക്ക് പോകും നമ്മൾ. അതെ മോഹൻജി, മാധവ സേവ എന്ന് പറയുന്ന മാനവ സേവ തന്നെയാണ് എന്നുള്ളതാണ് ഒരു ഭാരതീയ ആപ്തദർശനം എന്ന് പറയുന്നത്. അത് എപ്രകാരത്തിലാണ്? അപ്പോൾ അങ്ങ് അമ്മു കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ മൂവ്മെന്റിലൂടെ ഏറ്റവും വലിയൊരു മാനവ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ എക്സ്പീരിയൻസിൽ എന്താണ്? എപ്രകാരത്തിലാണ് അങ്ങ് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ അത് അറിയാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വാക്വം മാറിയിട്ട് പകരം ഒരു വലിയ നിറവ് അവിടെ സംഭവിക്കും. അങ്ങയുടെ എക്സ്പീരിയൻസ് എന്താണ്? അത് അമ്മുക്കർ ഞാൻ ഒരു ഫൗണ്ടേഷനും തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. 2000 അമ്മു മരിച്ചുപോയി. പിന്നെ അങ്ങനെ സീരീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായി.
അപ്പോൾ ഒരിക്കലും ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നോ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ ഹിമാലയത്തിലുള്ള സമയത്ത് ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞു. അതൊരു കാഷ്വൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനപ്പോൾ വിചാരിച്ചു ഓക്കെ ചിൽഡ്രൻ ഓഫ്, അപ്പോൾ കുട്ടികളെ കുറിച്ചായിരിക്കും പറയണത്, കാരണം അമ്മു കുട്ടിയായിരുന്നല്ലോ, 4.5 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് മനസ്സിലായി ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ എവരിബഡി ആർ ചിൽഡ്രൻ ഓഫ് എർത്ത്. അപ്പോൾ അങ്ങനെ ആണ് അമ്മു കെയർ എന്നൊരു സംഘടന ഒരു പ്ലാറ്റ്ഫോം പ്ലാൻ. അതിന് മുന്നേ ഞാൻ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷനായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതിൽ ഞാൻ കണ്ടത് അധികവും ഒരു വലിയ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടാവും പല ഓർഗനൈസേഷനിലും. അതായത് $100 കിട്ടിയാൽ അതിൽ $60 അവരുടെ അഡ്മിനിസ്ട്രേഷന് ചിലവാകും, ബാക്കി 40 വെച്ചിട്ട് അവർ ചാരിറ്റി വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമായിട്ടുള്ള ബയാസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ജാതി മതവും ഒരു കാര്യവും ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ മതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെയൊക്കെ മതമല്ലേ, ഇതേ മതം തന്നെയാണ് എൻ്റെ മതവും. അതായത് നേച്ചറിൻ്റെ, പക്ഷികളുടെ എന്താ മതം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മതം എന്താണ്, നേച്ചറിൻ്റെ മതം എന്താ, അത് തന്നെയാണ് എൻ്റെ മതം. കാരണം ഒക്കെ നമുക്ക് മരിച്ചു പോണ ഇതല്ലേ നമ്മുടെ ഇത്ര കാലല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബിയോണ്ട് കാസ്റ്റ്, കൺട്രി, കൾച്ചർ, കളർ, റിലിജിയൻ, ലാംഗ്വേജ്, ഇതിൻ്റെ ബിയോണ്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ലതൊരു പ്ലാറ്റ്ഫോമാണ്. ഐ ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം. അതായത് നമ്മളൊരു പ്രോജക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ വയ്ക്കും, അത് നമ്മുടെ ഒരു സുഹൃത്ത് വലയം അത് കാണും, എല്ലാവർക്കും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഒരാളെയും ഫോൺ ചെയ്യില്ല, വിളിക്കില്ല, ആവശ്യപ്പെടില്ല. അപ്പോൾ അവർക്ക് തോന്നുന്നതൊക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചാരിറ്റി ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രോജക്റ്റിന് $50,000 പ്രോജക്റ്റ് കോസ്റ്റ് വിചാരിക്കും. അതിൽ എനിക്ക് കിട്ടിയ പൈസ 35,000 ആണെങ്കിൽ 35,000 ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് ഞാൻ പൈസ തരാമെന്നൊന്നും പറയില്ല. മാത്രമല്ല ഇത് മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കാരണം എനിബഡി ക്യാൻ സീ, എവരിബഡി ഓഡിറ്റഡ് ആണ്, എല്ലാം ആണ്. കാരണം എൻ്റെ മരണശേഷവും ഇതങ്ങനെ നടക്കണമെങ്കിൽ നമ്മളത് ട്രാൻസ്പാരൻ്റ് ആക്കി വെക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ പോക്കറ്റ്സിൽ അവരവർക്ക് ചെയ്യാവുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ തന്നെ ഫണ്ട് റേസ് ചെയ്യും, അവർ തന്നെ അത്. അപ്പോൾ അങ്ങനെ 31 രാജ്യത്തുണ്ട് ഇപ്പോൾ ആക്ട് ഫൗണ്ടേഷൻ. അമേരിക്കയിലുണ്ട്, പെറുവിലുണ്ട്, എല്ലായിടത്തും നമ്മൾ ഒരുപാട് രാജ്യത്തുണ്ട്. ആമസോൺ ഫോറസ്റ്റിനകത്ത് അടക്കുന്നുണ്ട്. ആമസോൺ ഫോറസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് സൗത്ത് അമേരിക്കയിൽ. അപ്പോൾ ഇതെല്ലാം സ്പ്രെഡായത് ഇതേപോലെ സ്പ്രെഡായതാണ് ബിക്കോസ് ഓഫ് ആക്ടിവിറ്റി. അത് ട്രാൻസ്പാരൻ്റ് ആയി കണ്ടതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പെറുവിൽ ഇപ്പോൾ എന്താ നടക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് അവരുടെ ലോക്കൽ ടീം അവിടെ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതെല്ലാം 100% വോളണ്ടിയർ ബേസ്ഡാണ്, 100% ഡൊണേഷൻ ബേസ്ഡാണ്. പക്ഷേ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ ആരും വിളിച്ച് പൈസ മേടിക്കരുത്. അവർ വോളണ്ടറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ചാരിറ്റി ചെയ്യാവൂ. അപ്പോൾ അത് അവിടെ ക്ലോസ് ആയി. അത് പിന്നെ ഫണ്ട് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നില്ല, അപ്പോഴൊക്കെയാണ് ഈ മിസ്യൂസ് വരുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി വന്നു അതിൻ്റെ ഫണ്ട് അവിടെ പോയി, അത് മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്, അത് ട്രേസ് ചെയ്യാൻ പറ്റും, ഓഡിറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞു. 31 രാജ്യത്ത് ഇപ്പോൾ ഉണ്ട്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 23 സ്റ്റേറ്റിലുണ്ട് ഇന്ത്യയിൽ ആക്ടിവിറ്റി. കേരളത്തിൽ പാലക്കാട് ബേസ്ഡ് ആണ്. പക്ഷേ പാലക്കാട് ഇതിൻ്റെ ഇത്രയും അതെ. അപ്പോൾ എല്ലായിടത്തും അവരവരുടെ സ്റ്റേറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പാരലായിട്ട് മോഹൻജി കാ ആംഗൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ജമ്മുവിൽ ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണ് അന്ന്. ഇത് കുറേ മുന്നേ. അതായത് ഈ ക്രോസ് ഫയറിലൊക്കെ മരിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ, അനാഥരായ കുട്ടികൾ അങ്ങനെ തുടങ്ങിയതാണ്. അവിടെ ഇപ്പോൾ എല്ലാം കൂടി ഒരു 1000-2000 കുട്ടികളുണ്ട് ഇപ്പോൾ. അത് ഡൽഹിയിലുണ്ട്, പൂനെയിലുണ്ട്, ബോംബെയിൽ മറ്റേ പല സ്ഥലത്തുണ്ട്, ഭോപ്പാലിലുണ്ട്. അപ്പോൾ ഈ ആംഗൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ അത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമില്ല, വീടൊന്നുമില്ല, അവരവരുടെ വീട്ടിൽ പോകും. പക്ഷേ എന്നാലും നമ്മുടെ അവിടെ വന്നിട്ട് നമ്മൾ അവരെ നോക്കും, അവർക്ക് മറ്റേ ഫുഡ്, മെഡിസിൻ സപ്പോർട്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് പലതും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസാസ്റ്റർ അഡ്മിനിസ്ട്രേഷൻ സ്കൂളുകളിൽ പഠിപ്പിക്കുക. അതായത് ഒരാൾ ബോധം കെട്ട് വീണാൽ മുതൽ ഒരു എർത്ത് വന്നാലോ, പിന്നെ സ്ഫോടനങ്ങൾ വന്നാലോ, അഗതി വന്നാലോ എന്ത് ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ മറ്റേ എയർഫോഴ്സും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പല കാര്യങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. അതുണ്ട്. അത് കാരണം ഞാൻ ഈ ഒരുപാട് മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഈ കാട്ടിൽ ഭക്ഷണമില്ല അതിൻ്റെ.
അപ്പോൾ അതിൻ്റെ ഐഡിയ വന്നത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ സുളു ട്രൈബ് ആയിട്ട് അതിൽ പ്രിൻസായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റ്സ് പ്ലാന്റ് ട്രീസ്. അപ്പോൾ ഞാൻ ഭൂമി തരാം, ആ ഭൂമി അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐലൻഡായിട്ട് ഫ്രൂട്ട് ട്രീസ് വെക്കാനുള്ളത്. അത് പിന്നെ വ്യാപിച്ച് ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ടർക്കിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊല്ലം 1000 ചെടി നടുന്നുണ്ട്. അതിപ്പോൾ 3-4 കൊല്ലമായി ചെയ്യുന്നുണ്ട് നമ്മൾ ടർക്കിയിൽ. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 50,000-60,000 ചെടി നട്ടിട്ടുണ്ടാവണം. അതിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അത് നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് മാത്രമേ പ്ലാന്റ് ചെയ്യുള്ളൂ. അത് ഫോറസ്റ്റ് ഏരിയാസിലും സബേബ്സിലൊക്കെയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് റിച്ച് ഫോറസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശം. അത് നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഫോറസ്റ്റ്, നല്ല ഫലഭൂയിഷ്ടമല്ല, നല്ല ഒരു പിന്നെ വെൽത്തി ഫുഡ് വൈസ് വെൽത്തി ആയിട്ടുള്ള ഫോറസ്റ്റ്. അപ്പം മൃഗങ്ങളൊക്കെ അവിടെ തന്നെ. അപ്പോൾ അത് എല്ലാ ഇക്കോളജിയും നല്ല ലെവലിൽ ഇതാക്കാനാണ്. ഞാനിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രൈബൽ അലയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിപ്പം ബ്രസീലിലായിരുന്നു, മറ്റേ ഇപ്പം അല്ല, കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ നവംബറിൽ ബ്രസീൽ. അപ്പോൾ അന്ന് ഞാൻ ട്രൈബൽ ആൾക്കാരെ, ആമസോണിയൻ ട്രൈബൽസ്, അങ്ങനെ അവരും സുളു ട്രൈബ്സും പിന്നെ ഓസ്ട്രേലിയയിൽ അബോറിജിനൽ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് ടു പ്രൊട്ടക്ട് ദ ഫോറസ്റ്റ്. അത് വെച്ചിട്ട് അവരാണല്ലോ ഗാർഡിയൻസ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ അവരുടെ തന്നെ സ്കിൽസ് വെച്ചിട്ട് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ പല ട്രൈബ്സും വംശനാശത്തിന്റെ ഭീഷണിയും കൂടെ ഉണ്ട്. അടുത്ത കാലത്ത് ഒരുപാടുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ കൾച്ചർ നശിച്ചു പോകുന്നുണ്ട്, അതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വി ആർ ട്രൈങ് ടു എത്ര റിച്ച് ആണ് അവരുടെ ഒരു സംസ്കാരം. നമ്മൾ ഉബുണ്ടു എന്ന കോൺസെപ്റ്റ് തന്നെ അവരിൽ നിന്നാണ് നമ്മൾ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഐ ആം ഹിയർ ബിക്കോസ് യു ആർ ഹിയർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സങ്കല്പം. അതെ. അപ്പോൾ ഇത് അങ്ങനെ പല ഡിഫറെന്റ് ലെവൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇതുപോലെ വളരെ പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ശരിക്കും ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു അസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പറമ്പിൽ നിങ്ങളൊരു 10 വാഴ വയ്ക്കുക, വെച്ചിട്ട് അതിന്റെ ഇത് വരുമ്പോഴത്തേക്ക് അതിൽ 5 എണ്ണം നിങ്ങൾ എടുത്തോളൂ, ഈ 5 എണ്ണം അവിടെ തന്നെ നിർത്തി വയ്ക്കണം, ബാക്കിയുള്ള പക്ഷികളും ബാക്കിയുള്ള കഴിക്കാനാണ്. അപ്പൊ ഇത് കുറെ നാൾ ഇയാൾ സ്ഥിരമായിട്ട് ചെയ്തപ്പോഴും ഇയാളുടെ പല രോഗങ്ങളും മാറിയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ്. കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് കൊടുക്കുക. നമ്മുടെ ആക്ട് ഫോർ ഹങ്കർ ഉണ്ടല്ലോ, അത് ഇതാണ് കൺസെപ്റ്റ്. അതായത് പിന്നെ ബീയിങ്സ് ഓഫ് വാട്ടർ, ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക ഡെയിലി. പിന്നെ ബീയിങ്സ് ഓഫ് എയർ, മറ്റേ ഇവിടേക്ക് പറവകൾക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ ബീയിങ്സ് ഓഫ് എർത്ത്, സ്ട്രേ ആനിമൽസിനൊക്കെ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഈ വേനൽക്കാലത്ത് ഒരു മഗ്ഗില് വെള്ളം നിറച്ച് വയ്ക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യം ഒരുപാടുണ്ട്. അതെ, ചിന്തിക്കണ്ടെങ്കിലും പക്ഷെ അത് എത്ര വലിയ സർവീസാണ്. തീർച്ചയായിട്ടും. അതെ. അതിപ്പോൾ നമ്മുടെ ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ വന്നത്. എത്രയോ ആയിരക്കണക്കിന് പക്ഷികളാണ് വരിക നമ്മുടെ ആശ്രമത്തിൽ. അവിടെ ആയിരക്കണക്കിന്, അത്രയധികം. അവിടെ നമ്മൾ എപ്പോഴും രാവിലെ 6 മണിക്ക് നമ്മൾ ഫുഡൊക്കെ അവിടെ വെതറും. ഇഷ്ടമാതിരി പക്ഷികൾ അവിടെ. ഇപ്പം ഈവൻ എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള പക്ഷികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മൾ റൈറ്റ്സേ പറയുള്ളൂ, നമ്മൾ നമ്മുടെ അർഹതപ്പെട്ടതെന്നേ പറയുള്ളൂ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പറയണില്ല. അതാണ് പഠിപ്പിക്കേണ്ടത്. If everybody is responsible, there will be no wars. What we give it to others, not to taking from Absolutely. അത് പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. ബി റെസ്പോൺസിബിൾ ആൻഡ് ഷോ റെസ്പോൺസിബിലിറ്റി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. എത്രയും കൂടുതൽ ഞാൻ എൻ്റെ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. അതാണ് ചിത്രം വരയ്ക്കുമ്പോൾ അതിന്റെ ചുറ്റാകെ എപ്പോഴും പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ നിൽക്കുന്നത്. അത് ഏറ്റവും മഹത്തായ ഒരു സങ്കല്പമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ, ദത്താത്രേയ ട്രഡീഷൻ, അവധൂത ട്രഡീഷനിൽ ഇത് അതിൻ്റെ ഭാഗം കൂടിയാണിത്. അതിപ്പോൾ അങ്ങനെ ആരും ദത്താത്രേയ ട്രഡീഷനാണ് വെച്ചാൽ അവധൂതരുടെ പാത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലും കംപ്ലീറ്റ്ലി എംറ്റി, പുറത്തുള്ള ഇത് എംറ്റി, ഫുള്ളി ഡിറ്റാച്ച് ഫ്രോം ദ വേൾഡ് ഔട്ട് സൈഡ് ആൻഡ് ഫുള്ളി ഡിറ്റാച്ച് ഫ്രോം ദ വേൾഡ് ഇൻസൈഡ്. ആ ലെവലിലുള്ള ഒരു എംറ്റിനെസ്സിലാണ്. അതാണ് ഞാൻ പഠിപ്പിക്കുന്ന മെയിൻ കാര്യം. അതാണ് ഞാൻ ഡിസൊല്യൂഷൻ പാത്ത് എന്ന് പറയാൻ കാരണം. സമ്പൂർണ്ണമായിട്ടുള്ള, അതായത് മറ്റേ നിർബീജ സമാധി ലെവലിലേക്ക്. അപ്പോൾ അതിൽ എവ്രിബഡി ഈസ് പാർട്ട് ഓഫ് യു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സാധന ടു ബി അവൈലബിൾ ടു എവ്രിബഡി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ പശുവും കുട്ടിയൊക്കെ ഉണ്ട് മറ്റേ ഇവിടെ. അത് അവിടെ ഒരുപാട് പെർമിഷൻസ് വേണം ഓസ്ട്രേലിയയിൽ. കാരണം ഫാർമേഴ്സ് പെർമിഷൻ അതൊക്കെ വേണം. അതൊക്കെ നമ്മൾ കൊടുത്ത് എത്തിയിട്ടുണ്ട് അവർ. ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ അവരും നമ്മുടെ പോലത്തെ ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണത്. മറ്റേ ഈ ഡയറി ഫാംസിലൊക്കെ ഒരു പശുവും സമാധാനമായിട്ട് നിൽക്കണില്ല. അതിനെ ഫോഴ്സ്ഫുള്ളി ഇംപ്രഗ്നേറ്റ് ചെയ്യും, കുട്ടി അപ്പം തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ 9 മാസമായിട്ടുള്ള ആ അമ്മയുടെ കണക്ഷൻ ആ കുട്ടിയായിട്ടുള്ളത് ഒരു മണിക്കൂർ പോലും ആ കുട്ടിയെ കിട്ടുന്നില്ല.
എന്നിട്ട് ആ അമ്മ എപ്പോഴും കരയാണ്. അതായത് എല്ലാ നോക്കിയോ ഡയറി ഇൻഡസ്ട്രി, ഞാൻ എപ്പോഴും എനിക്ക് വളരെ അത്ഭുതമായി തോന്നാറുള്ളത് 8 ബില്യൺ ആൾക്കാരെ പരിപാലിക്കാൻ 80 ബില്യൺ ആനിമൽസിനെയാണ് ഒരു കൊല്ലം കൊല്ലുന്നത്.